ഞങ്ങളുടെ പടം താനാര ഇന്നലെ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ലുലു മോളിൽ പോയി പടം കണ്ടു. ഇപ്പോൾ സീനത്തിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇല്ല, അവിടെ നല്ല രീതി പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ 3 മാസമായി ഒരു കുട്ടിയെ കണ്ടു, മലയാള സിനിമയുടെ ആസ്വാദകൻ. അവൻ ഇങ്ങനെ ഇരുന്ന് മടിയിരുന്നിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നോക്കി പടം കണ്ടുകൊണ്ടിരിക്കും. ഫുൾ സന്തോഷം അല്ലേ? അവനിപ്പോൾ നല്ല ആദ്യമായിട്ട് കണ്ട പടം, അതിന് മുന്നേ പടം കാണാൻ തുടങ്ങി. ഒരു ബഹളോ കരച്ചിലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പോലെ സ്വാഭാവിക. അതെങ്ങനെ സ്വാഭാവികമാണോ? അത് വളരെ അസ്വാഭാവികം. അത് വർക്ക് ചെയ്യേണ്ടത് ചുമപ്പ വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ എടുത്ത് പോകുന്നു, സൗണ്ട് വരുന്നുണ്ടോ? ഹലോ, അത് ബോംബെ വഴി വരുമ്പോ വർക്കാവും. നിങ്ങളെല്ലാരും പടം കണ്ടോ? താനാറോ കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അല്ലേ? കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടാൽ മതി. ഫസ്റ്റ് നാട്ടിലേക്ക് കയറി കാണണമെന്നൊന്നുമില്ല. അഭിപ്രായം കേട്ടിട്ട് നല്ലതാണെങ്കിൽ. അപ്പൊ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചേട്ടാ, കുറെ നാളുകൾക്ക് ശേഷം ആളുകൾ പറയുന്നുണ്ട് ഒരു ഭയങ്കര ത്രൂ ഔട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു സിനിമ കണ്ടെന്ന്. അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്കും ഇത്തരം സിനിമ ഈ ത്രില്ലറിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന് മുന്നേ നമ്മള് കോമഡി പടമൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോ ഗുരുവായൂരപ്പൻ നടയിൽ കോമഡി പടല്ലേ, ഞാൻ ആവേശം കോമഡി പടല്ലേ. ത്രൂ ഔട്ട് ഫൺ മാത്രമായിട്ടുള്ളതാണോ ഉദ്ദേശിച്ചത്? പണ്ടത്തെ പോലെ ഓക്കെ. അത് കുറെ മറ്റേത് കുറച്ച് ത്രില്ലിംഗ് പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ. അല്ലേ, ത്രില്ലിംഗ് പരിപാടികളാണ് നമ്മളെ സംബന്ധിച്ച്. MLA സംബന്ധിച്ച് കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു. ഈ പടം കണ്ടിട്ടില്ലല്ലോ? പടം കാണാതെ ആളെന്നെ ചോദിച്ചിട്ടുണ്ടോ? ആദ്യം കേട്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. ടിക്കറ്റ് ഞങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണം? വേണ്ടേ? ഒരെണ്ണം മതിയാ? ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഒന്നല്ലേ? ബോയ്ഫ്രണ്ടും ആരും ഫ്രണ്ട്സില്ലേ? നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണോ? എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ അല്ലേ? വരുന്നും പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇതിന് വേറെ ഷിപ്പ് ആണോ? ഈ ഒറ്റയ്ക്കല്ലേ വന്നത്? മൊബൈൽ പ്രാവശ്യം അമ്മേനെ മൂലം കൊടുത്തില്ലല്ലോ, കൊണ്ടുവന്നില്ലല്ലോ. മൊബൈലല്ലേ? ഇവിടെ വീടുണ്ടോ? കുറെ അതിനാണ് ഔട്ട് ആൻഡ് ഔട്ട്. എന്താ പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പടം ചെയ്യുന്നത്. കാരണം ഫുൾ, അതായത് ആ ഒരു വീടിന് ഉള്ളിലാണല്ലോ ഇപ്പം സംഭവം നടക്കണം. ആ വലിയൊരു വീടിനകത്ത് ഫുൾ കോമഡി ആയിട്ടുള്ള പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹ്യൂമറായിട്ട് സിക്കുകൾ വരുമെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കോമിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ്. നമ്മൾ കുറച്ച് വളർന്നു വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ട്. ഇപ്പോൾ കല്യാണാമനാണെങ്കിലും തെക്കാശി വീട്ടിനാണെങ്കിലും അല്ലേ, പറമ്പ് തൊലിക്കോ ഇതൊക്കെ കാണുന്നുണ്ടോ? തെങ്കാശി വീട്ടണോ? എന്നിട്ട് ഓക്കെ ബഫറിങ്. MLA ആണെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി ആവണ്ടേ? അതുകൊണ്ട് അവിടെ മാത്രമാണോ നടക്കണത്? ആണോ? ഇന്ന് ജനിച്ച കൊച്ചുങ്ങളെ പോലെ എൻ്റെ മുന്നിൽ ഇരിക്കരുത് ഇങ്ങനെ ജീൻസ് ഷോട്ട് ഇട്ടിട്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ കമ്മീഷൻ വന്നു, സിനിമ വീട് മാത്രം അങ്ങനെയുണ്ട് ചോദിക്കാൻ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഉട്ടോപ്പിയ ആണാ? ഒന്നിനെങ്കിലും മാധ്യമപ്രവർത്തകനല്ലേ? അപ്പൊ അങ്ങനെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടുമോ? ഇല്ലല്ലോ. ഒന്നും അറിയാത്തവരല്ലല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയാത്തവരെ പോലെ സംസാരിക്കാം. അപ്പൊ ഇതില് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവൈധത്തെ കുറിച്ചല്ല സിനിമ. നമുക്കിടയിൽ നടക്കുന്ന, നമ്മളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു കഥയായിട്ട് പറയുന്നു എന്നുള്ളൂ. ഇതിവിടെ നടക്കുന്നു എന്നും പറയുന്നില്ല. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ലൈവിൽ ആരാണ് വില്ലൻ? ഞാനല്ലേ? ഞാൻ പത്രപ്രവർത്തകനല്ലേ? അത് അവിടെ അങ്ങനെ അതിൽ നടക്കുന്ന കഥയാണത്. പറ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ മണ്ണിലും ഭൂമിയിലും നടക്കണല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പൊളിറ്റിക്സിൽ നടക്കണമെന്നല്ല ചോദിച്ചത്. നമുക്കിടയിൽ നടക്കുന്നത് അയാളാണെന്ന് മാത്രം. അതിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം നടക്കുന്ന പരിപാടി എന്നല്ല പറഞ്ഞത്.
എന്താ അത് ആ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നതല്ല തോന്നുന്നു. ആ കഥയ്ക്ക് അത് അങ്ങനെ ആയി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോഴാണ് അതിൽ മുഫ്തി സാർ കേട്ടിട്ടില്ലേ, ഡൽഹി വർഷത്തിൽ ഓപ്പൻ ഷോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കണ്ടിരുന്ന പടം ഞങ്ങൾ 2 തവണ കണ്ട് ഒരു ഗ്രൂപ്പിനെ കണ്ടു. എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് 2 പേര് പാടിയ അപ്പൊ വേറെ പാട്ട് കിട്ടില്ല നമുക്ക്. അതിന് പോലെ തന്നെ പാടുന്നില്ല. ഓക്കെ, ദീപ്തി പാടിയ പാട്ടല്ലേ? അതാണ് ദീപ്തി പാടിയ പാട്ടാണ്. ഗോപിസുന്ദരാണോ മ്യൂസിക്? പാട്ടുകളും ഗോപിസുന്ദരാണോ? പാട്ടുകൾ ഗോപിസുന്ദരനാണ്. മ്യൂസിക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചേട്ടാ. ഇവിടെ ഈ ഷൈൻ ചേട്ടനോടൊപ്പം ഇത്രത്തോളം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ആദ്യമായിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഔട്ട് കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതെങ്ങനെ ഉണ്ട്? നമ്മൾ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം പറഞ്ഞ പോലെ ഇത്തിരി പാടായിരുന്നു. പക്ഷെ ഔട്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ആരാ പാടുപെട്ടത്? ആര് ശരിക്കും പാടുപെട്ടത് ഷൂട്ട് ചെയ്തപ്പോൾ? എല്ലാരും പാടുപെട്ട്. അതിൽ നല്ല എല്ലാ പണിയും പാടുള്ള പണി തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതൊരു ഫണ്ണായിട്ട് പറഞ്ഞാണ്. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ പൂളിൽ വീഴുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കഥയുടെ ഒരു ഘട്ടത്തിൽ ഒറ്റ രാത്രി നടക്കുന്ന സംഭവമാണ് ഈ സിനിമയിൽ. പൂളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ കഥയിൽ മൊത്തം നനഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമിലാണ്. അപ്പോൾ ഷൈജേട്ടൻ എപ്പോഴാണ് വന്നെ പോനെന്ന് ഒരു പിടിയില്ലാണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഷൈജേട്ടൻ വന്നിട്ട് പൂളിൽ വീഴാമെന്ന് ഞാൻ പറഞ്ഞു, അല്ല മുങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ അത്രയും നിറം നനഞ്ഞിക്കണം. ഷൈജേട്ടൻ ഇറങ്ങി വന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പൂളിൽ മുങ്ങി കയറിയപ്പോഴത്തേക്ക് ഷൈജേട്ടനെ കാണാനില്ല. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിന്ന് പറഞ്ഞു. കുറച്ചു നേരം കാത്തിരുന്നു. പിന്നെ തലയൊക്കെ തോർത്ത് വെയിറ്റ് ചെയ്യാണ്. നോക്കുമ്പോൾ പാലയെന്ന് പുള്ളി എറണാകുളത്ത് വന്നേക്കാം അടി എന്ന് പറഞ്ഞ പടം റിലീസായിരുന്നു. നോക്കുമ്പോൾ വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടണുണ്ട്. അങ്ങനെയുള്ള ആ ഓട്ടം അപ്പൊ അങ്ങനത്തെ ചില കോമഡികളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിൽ തന്നെ. ഇല്ല 7 മണി പറഞ്ഞാൽ കറക്റ്റ് 7 മണിക്ക് തന്നെ വരും. പിറ്റേ ദിവസം 7 മണിക്ക്. നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഇപ്പൊ ഷൈൻ ചേട്ടനാണെങ്കിലും ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന്, ചേട്ടനാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന്, അപ്പൊ എന്നിട്ട് രണ്ടുപേരും ഒരേ സിനിമയിലെ ലീഡ്. ഞാൻ രാപ്പകലിൽ വർക്ക് ചെയ്യുമ്പോൾ അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ ആനമാല് വെച്ചിട്ട് ശരികുമാറിന്റെ അടുത്തുണ്ട് അവിടെ. രാപ്പകലിൽ ഓർമ്മയുണ്ടാ? അതാണ് ഫസ്റ്റ് പടം. എൻ്റെ വീടെ പൂറ്റിയാണ് ഫസ്റ്റ് പടം. ഇല്ല, അല്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ പോയിട്ടില്ല. എന്നാലും അപ്പം എൻ്റെ വിചാരം ഞാൻ എന്തോ ആക്ടറാണെന്നാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ജൂനിയേഴ്സിന് കൊടുക്കുന്ന ചെറിയ ചെറിയ റോളുകൾ തന്നെയാണ്. ഓ, അതിൽ മണിച്ചേരൻ്റെ ചെറുപ്പകാലമായിട്ട് ഇല്ല പാടിയിട്ടില്ല. അന്ന് നിങ്ങൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, അന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു സീനിന് വേണ്ടിയാണ് രാപ്പകലിൽ ചെന്ന് അഭിനയിച്ചിട്ട് വരുന്നത്. മമ്മൂക്കയുടെയും സലിമേൻ്റെയും കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഷൈൻചാനെ എനിക്കന്ന് പരിചയമൊന്നുമില്ല. കുറേ നാളിന് ശേഷം ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ അയ്യോ ദേ ഷൈൻ ടോം നിൽക്കണം എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ചിരിച്ചു കാണിച്ചപ്പോൾ പുള്ളി എടോ എനിക്ക് തന്നെ പണ്ടേ അറിയാം, താൻ പണ്ട് റാപ്പകലിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ദൈവമേ ഈ പുള്ളിയൊക്കെ എന്നെ അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അത്യാവശ്യത്തിന് നമ്മൾക്ക് ആൾക്കാരെ കണ്ടാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കും. കഴിയുന്നത് മനഃപൂർവ്വം മറക്കാറില്ല അല്ലേ? അപ്പൊ അന്ന് നോട്ട് ചെയ്ത ഒരാളുടെ കൂടെ ഈ ഒരു പടം ഫുള്ള് അഭിനയിച്ചപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ വ്യക്തി ഇപ്പൊ സംവിധായകനും എഴുത്തുകാരനും കൂടിയാണ്. ചാൻസ് ചോദിച്ചില്ല, ചാൻസ് ചോദിച്ചുള്ള ചാൻസ് കളയും ചിലപ്പോ. അതിന് മുമ്പ് ഡേറ്റ് ചോദിക്കണ്ടേ പുള്ളിയുടെ? പുള്ളി ഇപ്പൊ പടം ചെയ്തിട്ടുള്ള ആരോഗ്യം വെച്ചിട്ടാണ് ആദ്യത്തെ പടം തന്നെ ഈ അഭിനയിച്ചു. അപ്പൊ തന്നെ നമുക്ക് കുറെ പ്രതീക്ഷകൾ ഈ എഴുത്തുകാരൻ അഭിനയിക്കാൻ തുടങ്ങുന്നു. പൃഥ്വിരാജോ? അതിലും 3 താരങ്ങൾ, പിന്നെ പുള്ളി, പിന്നെ ദുൽഖർ.
പിന്നെ അടുത്ത പടത്തില് അത് വെടിക്കെട്ട്. അത് കഴിഞ്ഞിട്ടുള്ളതില് അതില് ഞാൻ ഉണ്ടാ വേണ്ടി വരും. എത്ര ദിവസം ഇത്രയും കൂടിയാലും ഡയലോഗ് തീരെ കുറേ ഉണ്ടാവും. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഷൈൻ ചേട്ടൻ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി ഡബ് ചെയ്തിട്ടുള്ള പടവും കൂടിയാണ് താനാരാ. സ്ഥലത്ത് MLA, പൊളിറ്റീഷ്യൻ അല്ലേ, അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരിക്കും. എല്ലാവർക്കും ആ വ്യക്തതയുടെ ആവശ്യമില്ല അല്ലേ. അല്ല പടം കണ്ടൊരു ചോദിക്കേ. ആരാ വെടിവെക്കുന്നത്? ഞാൻ വെടിവെക്കുന്നില്ല പടത്തില്. ഞാൻ വെച്ച വെടിയല്ല. അതാണ് പറഞ്ഞത്. കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും വ്യക്തത ഉണ്ടായിരിക്കും. ദീപ്തി വെച്ച വെടിയാ. അത് അതിനു മുന്നേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയവനാണ്. അത് അവിടെ ഞാൻ വെടിവെക്കുന്നില്ല. തോന്നി വെടിവെക്കുന്നവണല്ലോ. നീ എങ്ങനെ ഓടിയാലും ഞാൻ എന്റെ വെടിവെച്ചില്ല, തല വെടിവെച്ചിടുന്നു. വെടിവെച്ചിട്ടില്ല. ഇങ്ങനെയാ നിങ്ങള് 2 തവണ കണ്ടിട്ട് ഇങ്ങനെയാ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടിലെന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് അറിയേണ്ടി വരില്ലേ. അതെ, ആ പടത്തിൽ ഞാൻ വെടിവെക്കുന്നില്ല. തോക്കെടുത്ത് കൈപിടിച്ചിടണമെന്നുള്ളൂ. വെടിവെച്ചത് ദീപ്തിയാ. അതാണ് സോഫയെ കൊണ്ടുവന്നത്. ഇറ്റലിയിൽ നിന്ന് വാങ്ങിയ സോഫ. ഇതാ നന്നായി മനസ്സിലായി. ഇപ്പൊ ഭീമന്റെ വഴി കണ്ടവര് ഇപ്പൊ പടം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭീമന്റെ വഴിയിൽ കണ്ട ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ താനാരിലേക്ക് വരുമ്പോൾ ശരിക്കും അങ്ങനെ വല്ല വ്യത്യസ്തതയുണ്ടോ അതിനകത്ത്? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നും ഇല്ല. പക്ഷെ അതൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കോമഡി ഉടനീളമുള്ള ഒരു സിനിമയിൽ കോമഡി ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എനിക്കുള്ളത്. അല്ല, അത് എനിക്ക് വലിയ വ്യത്യാസമാണ്. അവർക്ക് വ്യത്യാസമാണോ ഇല്ലെന്ന് എനിക്കറിയില്ലല്ലോ. പടം കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിട്ട്, അതായത് പ്രതീക്ഷിച്ച് വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ വേറെ പടങ്ങളില്. ഇതുവരെ ചിന്നുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നുവിനെ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലാത്തൊരു ക്യാരക്ടറാണ് ഇതില്. ഞാനുണ്ട് ജോർജ് കെയർ ഓഫ് ജോർജ് കുട്ടി കണ്ടുണ്ടോ? പിന്നെ ഇന്ദ്രപ്രസംഗം കണ്ടുണ്ടോ? ഇന്ദ്രപ്രസംഗം അന്ന് 9 പഠിക്കുമ്പോ അന്ന് ഇന്റർനെറ്റൊക്കെ ആദ്യമായിട്ട് വരണല്ലേ, മോർഫിങ് ഇന്ദ്രപ്രസം. സിമ്രാൻ ആദ്യമായിട്ട് വന്നത്. സിമ്രാന്റെ ആദ്യത്തെ പടം അത് മലയാളത്തിലല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടത്തില്. ഏതാണെന്നറിയില്ല പടം. തിങ്ക ആദ്യ പടമല്ലേ സിമ്രാന്റെ? അതിനൊക്കെയാണ് തമിഴിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. മറ്റേ ന്യൂഡൽഹി എത്ര ഹരിദാസ് സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി. ഒരു രക്ഷയില്ല. കെട്ടിയ വീട്ടിൽ പോയി അല്ലേ പെണ്ണ്. ഇല്ല, മറ്റേ സിനിമേനെ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകളില് ഷൈൻചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്, അതുപോലെ തന്നെ ഇപ്പം വൈറൽ, അതായത് ഒരു ആൾക്കാർക്ക് പെട്ടെന്ന്, അതായത് കുറച്ചൊരു ഞരമ്പ് രോഗികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഇവിടെ. അതിപ്പോ വിവേകാനന്ദൻ വൈറലാണ്. അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ സിനിമയും ചെറിയ ഉണ്ടെന്ന് പറയും. ചെറിയ ഏതില് കൂടുതലായിട്ട് അങ്ങനെയുള്ള കൺസെപ്റ്റ്, ഒരു കഥ ഇങ്ങനെ വരുന്നത് കൂടുതലായിട്ട് സമൂഹത്തിൽ അത് ഉണ്ടാവുന്നത് കാരണമായിരിക്കും. ചിലപ്പോ എനിക്ക് മാത്രം ഉണ്ടാവുന്നതല്ലല്ലോ.
അല്ല ഷൈൻചേട്ടൻ എങ്ങനെ കൂടുതലായിട്ട് ആ ടൈപ്പ് കഥ എടുക്കുന്നതുകൊണ്ടുള്ള എനിക്ക് കുറച്ച് നേരം കൂടുതലാ. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് തീരെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഭൂമി ഒന്ന് ജനിച്ചതും ഇപ്പോഴും നിലനിൽക്കുന്നതും. ഈ ഞരമ്പ് രോഗം എന്ന് പറയുന്നത് പുറത്തുള്ളവർ പറയണതല്ലേ. ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ കഥകൾ വരുന്നതും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു നാട്ടില് പ്രായ ഭേദമന്യേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ ചോദിച്ചത് എല്ലാവരും പറയുന്നത് മൂഡ് ഇങ്ങനെ കാണിക്കുന്ന ഡാൻസ് ആ സ്റ്റെപ്പാണ്. അതൊരു അശ്ലീലമായിട്ടുള്ളൊരു സാധനമല്ലേ ആക്ച്വലി ആ സീക്വൻസ്. എല്ലാവരും എൻജോയ് ചെയ്തതാ അല്ലേ, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും എന്താണെങ്കിലും. ഞാൻ എൻ്റെ തിയേറ്റർ അനുഭവങ്ങളിൽ ഈ ദ്വയാർത്ഥങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ളത് പദപ്രയോഗങ്ങൾ ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉള്ളൊരു സംഭവം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ കഥകളും അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യം വരേണ്ട കാര്യം എന്താണ്? അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ചോദ്യം കൊണ്ട്? കൂടുതലായിട്ട് അങ്ങനെ കഥാപാത്രങ്ങൾ വരുന്നതിന്റെ കാരണം അങ്ങനെ ആളുകൾക്ക് കൂടുതലായിട്ട് അത് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. ചോദിക്കുമ്പോ നിങ്ങൾ സ്കൂളാക്കിയതിനായിട്ട് ചോദിക്കണം അല്ലേ? നമ്മളൊക്കെ അതിനുണ്ടായി വന്നിട്ടുള്ളല്ലേ ഒരു തരം അല്ലേ? അല്ലാതെ മരത്തുനിന്ന് കുറച്ച് കൊണ്ടുപോകുന്ന ഇരിക്കുകയല്ലല്ലോ നമ്മളൊക്കെ. ആണോ? രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാകുമല്ലേ നമ്മളെല്ലാം അല്ലേ? അല്ലേ? ഷൈൻചേട്ടാ, ഇപ്പം എല്ലാവരും മോസ്റ്റ് എവൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് മമ്മൂക്കയുടെ ബസൂക്ക. ടീസർ പുറത്ത് വന്നപ്പോൾ തന്നെ അത് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ പുതിയ എന്തോ സംഭവമാണെന്ന രീതിയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്റെ കഥ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കഴിയുന്നത്. അല്ല, ടീസറിൽ നമ്മൾ ഷൈൻചേട്ടനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ടീസറിൽ ഇല്ല, അതുകൊണ്ട് കാണാൻ പറ്റാതിരുന്നു. പടത്തിലുണ്ടോ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ തന്നെയായിരിക്കും. എന്റെ കണ്ണും മുക്കും മാറ്റി ഇങ്ങോട്ടെടുത്ത് മൂക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറ്റില്ലല്ലോ. കാലിന്റെ സ്ഥലത്ത് കൈ വെച്ചിട്ട് ഈ ഉള്ള സ്ഥലം തന്നെ വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണത്. ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലായത്? ആ ഫിലിം തന്നെ കുറച്ച് മേക്കിംഗ് സ്റ്റൈല് ഞാൻ അത് കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ അല്ലേ, വളരെ കുറച്ചുള്ളൂ. ബസൂക്കയില് ഞാനൊരു ക്യാരക്ടറൊന്നും അങ്ങനെ മുഴുവൻ ചെയ്യുന്നില്ല. എങ്കിലും മമ്മൂക്ക എങ്ങനെയായിരിക്കും ആ സിനിമയിൽ? എങ്ങനെയുണ്ട്? ടീസറിൽ മമ്മൂക്ക ഉണ്ടായിരുന്നോ? അതിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നോ? അപ്പൊ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും പടത്തില്. ദേവര അത് സെപ്റ്റംബറിൽ റിലീസോ അപ്ഡേറ്റ്. അതിന്റെ ക്ലൈമാക്സ് പുറത്തു വിടാനായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. അത് ഞാൻ പറയട്ടെ, ദേവര രാവിലെ പറയണ്ടല്ലോ, പുറത്ത് ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. പേരെങ്കിലും ഇപ്പൊ പറയാൻ അറ്റ്ലീസ്റ്റ് പാട്ടൊക്കെ പുറത്തു പോകുന്നതാണ്. പാട്ട് കണ്ടിരുന്നോ? ഇതാകെ ടാറ്റ ഹരിദാസ് സാറിന്റെ അസിസ്റ്റന്റ് ഷാഫി സാറിന്റെ സാറിന്റെ അവര് പടം കണ്ട സാറ് കണ്ട ഷാഫി സാർ കണ്ട? ഇപ്പോഴത്തെ കത്തി നിൽക്കുന്ന വിഷയത്തില് കത്തിക്കുന്ന വിഷയം നമ്മുടെ വയനാട് അതൊക്കെ വിട്ടങ്ങള് അത് വെള്ളം പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും. എത്രയോ ആൾക്കാരെ അതിന്റെ ഉള്ളിൽ പെട്ടുന്നു. അവിടെ മരിച്ചവർക്കും വീട് ആർക്കും ഒന്നും തെറ്റായിട്ടില്ല, കാര്യങ്ങളൊന്നും തെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് വേറെ കത്തിപ്പിടിക്കുന്ന വിഷയതാ ബാക്കിയുള്ളവരുടെ ഈ മരി എലിക്കാവുന്ന കഥകൾ അല്ലേ, അതിന്റെ പിന്നാലെ കണക്കുമ്പോ കത്തിപ്പിടുത്തം. ഒന്നെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടായോണ്ടേ. നമുക്ക് മാത്രം ഇല്ലാത്തതും അവർക്ക് മാത്രം ഉള്ളതായിട്ടുള്ള കാര്യമല്ലല്ലോ അല്ലേ? അത് ഒരൊറ്റ പ്രൊഫഷനിൽ മാത്രമുള്ള കാര്യമാണോ? അല്ലല്ലോ, അല്ല. എന്നാലും ആരാന്റെ അമ്മയ്ക്ക് പിടിക്കുന്നത് കാണാൻ നല്ല ചെയ്യലെന്നുള്ള പറഞ്ഞ പോലെ അല്ലേ? അതിനേക്കാളും വലിയ വിഷയമായിട്ടാണ് അത് തോന്നുന്നത്. ആണോ? സിനിമയിലാകുമ്പോ എല്ലാവർക്കും കുറച്ചും കൂടി ഒരു അറിയാനൊരു ആഗ്രഹം, ബാക്കിയുള്ളവർ നാലാൾ അറിയുന്ന ആൾക്കാരാകുമ്പോൾ അത് പറയാനും സംസാരിക്കാനും കുറച്ചും കൂടി കൂടുതൽ വിഷയവും അല്ലേ? അല്ലാതെ ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരിക്കും. ആണോ? സിനിമയിൽ മാത്രമുള്ള കാര്യമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കമ്മീഷനാണെങ്കിലും അല്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിലും ഈ കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അതായത് ഒരു കൈവീശി ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ പെൺകുട്ടി ശരിക്കും ആൺകുട്ടികൾക്ക് അത്ര ധൈര്യമുള്ളൂ
അല്ലേ? ഇവിടെ ഇക്കണ്ട ആൺകുട്ടികൾക്ക് ഇടയിൽ ഈ പെൺകുട്ടി ഇരിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് തരില്ലേ? ഇക്കണ്ട പെൺകുട്ടികൾക്ക് ഇടയിൽ ആൺകുട്ടി പോയിട്ട് ഇരിക്കുവോ? ഞാൻ ഇരിക്കില്ല, എനിക്ക് പേടിയാ. അവരൊന്നും ചെയ്തിട്ടല്ല, നമുക്കതിനുള്ള കട്ടില്ല. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ? പെൺകുട്ടികൾ വരണ്ടെന്നും നമ്മൾ പറയില്ല, അവര് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം. അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡ് ആകണമെന്ന് പറയാൻ അതില്ലാത്തത് കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ചിരുത്തുന്നത് കൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് സംസാരിച്ച് ഇടപഴകിയ എന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവൻ അധിപനാവുമ്പോഴും എന്തിന് അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ? ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ? ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ. അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോൾ ഉണ്ടുള്ള ചൂരിൽ വടിയെടുത്ത് നമ്മൾ ഇറങ്ങണം. മറ്റേ വേണ്ട വഴിക്കൊക്കെ കാഴ്ചക്കാരൻ കണ്ണിലാണ് പ്രശ്നം, മനസ്സിലാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ അല്ലേ? അപ്പൊ അമ്മേഷൻ്റെ ആവശ്യമില്ല. ആണിന് പെണ്ണിനെ അറിയാം, പെണ്ണിന് ആണിനെ അറിയാം. ഇത് ആണിന് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണ് ആണിനെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ പാടില്ല എന്ന് പറഞ്ഞില്ല. ഒരാൾ ആദ്യം തന്നെ ചെയ്തു നോക്കുക. അങ്ങനെയല്ല, നീ ആ പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പഴം തിന്നു. ആണോ? ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലോ? പഴം തിന്നരുന്നോ? ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇടയിൽ ആരും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും പറയില്ല. കാരണം എന്താ? അതൊക്കെ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇതെങ്ങനെ മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാർ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെതിർക്കുന്നതും കത്തി രോഷാകുലരാകുന്നതും അല്ലേ? ഇത് ഉണ്ടാവണം, ഇതിൽ കൂടുതൽ ഉണ്ടാവണം വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഡ്രഗ്സിന്റെ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ വലിക്കണവരെ പിടിച്ചിട്ട് കാര്യണ്ട. ഇതിന്റെയൊക്കെ ഉത്ഭവത്തിൽ നിന്ന് പോയി പിടിക്കണ്ടേ? അത് പിടിക്കാനുള്ള ആർക്കാ ധൈര്യമുള്ളത്? ആർക്കെങ്കിലും നിങ്ങൾക്കുണ്ടോ ചോദിക്കാൻ ധൈര്യം? എന്നിട്ട് ഈ വലിക്കണ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുവോ? നിൽക്കണം താല്പര്യത്തോടു കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഈ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? ഇനിയുള്ളത് കുട്ടികളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ അവർക്കെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്താണ് അവരുടെ അവയവങ്ങൾ, എന്താണ് അവരുടെ പരിപാടികൾ, എന്തൊക്കെയാണ്, ഇതെന്താണ് സെക്സ്. വാട്ട് ഈസ് സെക്സ്? ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് സെക്സ് ഹിയർ നൗ? Nobody is talking about sex. ഒരാൾ ഒരു കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ നമുക്ക്. അപ്പോഴും നിങ്ങൾ ചിരിച്ചു. ഞാൻ ഇതിനും ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത കാരണം ഞങ്ങളുടെ മുഖത്ത് കയറ്റും. ഇക്കളിക്കാൻ അറിയാത്തവരും കളി നടത്താൻ അറിയാത്തവരും ഉള്ള കഴപ്പ് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അതിന് വേണ്ട വിധത്തിൽ മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടുകൂടി ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കും സന്തോഷം അനുഭവിക്കാം അല്ലേ? പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പം സിനിമ മേഖല മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ അടുക്കുകയും പിന്നീട് ശരീരബന്ധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇവര് അതൊരു പീഡനമാക്കി അതാണല്ലോ ഇവിടുത്തെ മെയിൻ പീഡനങ്ങളുടെ കേസ് അല്ലേ? അതെന്താ അങ്ങനെ വരുന്നത്? അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല. സെക്സ് എപ്പോഴും നമ്മൾ സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക, മറ്റൊന്നിനും വേണ്ടി ചെയ്യാതിരിക്കുക. അത് പണത്തിനാണെങ്കിലും പവറിനാണെങ്കിലും സ്ഥാനത്തിനാണെങ്കിലും അല്ല, അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനാണെങ്കിലും സെക്സ് എപ്പോഴും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക. എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവനത് നഷ്ടപ്പെടും. കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും അതൊക്കെ ചെയ്തു പോയി അതിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റബോധമുണ്ടാവും. തെറ്റായിപ്പോയി എന്നത് തെറ്റല്ലാത്ത രീതിയിൽ അതിനു വേണ്ടി ചെയ്യുക. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല, ഒരു മാവിലേക്ക് മാത്രം. വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നറിയുമോ? നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയല്ല സംസാരം. പ്രശ്നക്കാരനും പ്രശ്നക്കാരിയുമാണ് നമ്മുടെ ചർച്ച അല്ലേ?
ഒരു എനർജിനെ കുറിച്ചുള്ള സംസാരത്തിൽ ആരെക്കുറിച്ചാണ് കൂടുതൽ വന്ന പേര്? ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടില്? അപ്പൊ ഏത് പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ഡിസ്കഷൻസ്. പ്രശ്നകാരിനെയല്ല മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല ഇപ്പം ആരാ നമുക്കറിയാമോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്? സർക്കാർ സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അവർ വർക്ക് ചെയ്യണം? ഒരു 4 വർഷം 4 വർഷം മുന്നേ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഹേമ കമ്മീഷൻ? ഹേമ എന്ന് പറയുന്ന വ്യക്തി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സർക്കാരിന്റെ വർക്ക് ചെയ്യുന്നത് അറിയോ? വെറുതെ ഹേമ കമ്മീഷൻ എന്ത് വേണം സർക്കാർ അവരെ കമ്മീഷൻ ഏർപ്പാടാക്കിയുള്ളത്? ഇവിടെ വേണം സ്ത്രീയാണോ? അത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീയാണെന്ന് അറിയോ? അറിയില്ല. പിന്നെ ചോദിക്കാൻ പറഞ്ഞേ ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് ഒരു കാര്യം വ്യക്തമായി പഠിക്കാതെ ചോദിക്കാനും പറഞ്ഞില്ലേ? നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചെറുപ്പക്കാരല്ലേ, ബാക്കിയുള്ളവർ പറഞ്ഞൊന്നും കേൾക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാര്? പഠിച്ചിട്ട് പറയാം. IAS അല്ലേ? അറിയോ? IAS ആണായിരുന്നോ? പിന്നെന്തായിരുന്നു അത്? അവര് ഏത് ഉദ്യോഗസ്ഥയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആര്? എല്ലാ ഉദ്യോഗം റിട്ടയർഡ് ഏത് ജഡ്ജി? ഹൈക്കോടതിയിലെ? എത്ര പേർക്ക് അറിയാം നിങ്ങൾ? പിന്നെ എന്തൊക്കെ മേഖലയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയോ? റിട്ടയർഡ് ജഡ്ജ് കേരള ഹൈക്കോടതിയിലെ അവർ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ അറിയോ? സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞോ അവനോട്ടോ. ഗൂഗിളൊക്കെ തപ്പിക്കോ. ഗൂഗിൾ തപ്പിയിട്ടും കിട്ടുന്നില്ലേ? അവര് സിനിമയിലുള്ള അമ്മ സംഘടനയോട് ഞാൻ ഒരു കമ്മീഷൻ അപ്പുറത്തേക്ക് നോക്കിട്ടെ ഒരിടത്തേക്ക് അല്ല ചോദിക്കാൻ ചോദ്യം ഇതാണ്. അപ്പൊ അവര് ഒരു അന്വേഷണം നടത്തി എന്ന് പറയുന്നു. അപ്പൊ അമ്മയിലുള്ള അംഗമാണ് ഷൈൻ ചേട്ടൻ. അപ്പൊ ഷൈൻ ചേട്ടന്റെ അടുത്ത് അങ്ങനെ ഒരു അന്വേഷണത്തിന് വന്നിട്ടില്ലേ? ഇല്ല വന്ന് ഞാൻ ഇവിടെ മെമ്പറല്ല. മെമ്പറല്ല. ഇപ്പൊ ഈ അമ്മ സംഘടനയിലുള്ള അവര് തന്നെ പറയുന്നത് 99% ആളുകളുടെ അടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല. വഴിയില്ല. അപ്പൊ അത്തരത്തിൽ ആരടുത്തും അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ? ഇതൊക്കെ ശരിക്കും റിപ്പോർട്ട് വായിച്ചു ഇന്നലെ ഉച്ച മുതൽ വായിക്കാം റിപ്പോർട്ട് എവിടെ കിട്ടും? എല്ലാവർക്കും വില നെറ്റ് കിട്ടണ്ട. ആരൊക്കെ വായിച്ചു കഴിഞ്ഞു? വായിച്ച പകുതി വായിച്ചോണ്ടിരിക്കുക, കുഴപ്പമില്ല. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ? എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ? എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ ആരെങ്കിലും വായിച്ചത്? മൊത്തം അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാന്നാ പറഞ്ഞിരിക്കണം. കൃത്യമായിട്ട് ഒരു പേര് പറയാതെ പിന്നെ ഇന്ന സംഭവങ്ങൾ മാത്രം ഉണ്ട് എന്ന് പറയുന്നത് അത് ശരിയായ സംഭവത്തിൽ അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നപ്പോ ഉറപ്പുണ്ടോ? അവരാരുടെയും പേര് പറയാതെ അവരാരുടെയും പേര് പറയാതെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അവരോട് പോയി എന്നോട് വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ. ഷൈൻചേട്ടൻ അമ്മയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് അമ്മ സംഘടന എന്നാണ് പറയുന്നത്. സോറി ക്ഷമിച്ചിരിക്കും. എവിടെന്നാ വരുന്നത്? ഞാൻ മുണ്ട് ഹേമ കമ്മീഷനെ കുറിച്ചാണ്. എവിടെ നിന്ന് പറയുന്നു? പ്ലീസ് ചോദ്യം അപ്പം ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അയ്യോ ഞാൻ ഇപ്പൊ തന്നെ വന്നു. വൺ നോർമൽ ക്വസ്റ്റ്യൻ then this question. I can't talk like you ചേട്ടാ. എനിക്ക് ഹേമ കമ്മീഷൻ ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു
അമ്മ സംഘടനയിലുള്ള അപ്പം ആരുടെയും പ്രത്യേകിച്ച് ആരുടെയും പേര് പറയാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വിചാരിക്കാലോ ഇതിപ്പോ ആരെ പറ്റിയാണ് അല്ലെങ്കിൽ തന്നെ പറ്റി ആരെ പറ്റി ഇതിപ്പോ ആണുങ്ങളെ പറ്റിയിട്ട് തന്നെയാവുന്നുണ്ടോ? ഒരു നിർബന്ധം ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ സ്ത്രീ ഡയറക്ടേഴ്സും ഇല്ലേ, സ്ത്രീ ആക്ടേഴ്സും ഇല്ലേ? അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളല്ലേ ഇത്? അല്ലേ? ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ? ആണാ? അല്ല അല്ല, ആണും പെണ്ണും അടങ്ങിയ ഒരു സമൂഹമല്ലേ? എല്ലാ വ്യക്തികളാണ്, എല്ലാ ആണും പെണ്ണും അടങ്ങിയതല്ലേ? ഇതിപ്പോ എന്ന് പറയുമ്പോൾ എല്ലാവരും ആണുങ്ങളെ ഒക്കെ ചേർന്ന് അല്ലേ? ഞങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങളെ വെറുപ്പിക്കുന്നു അല്ലേ ഉള്ളൂ? നിങ്ങൾ ആരും ഇതിപ്പം സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിലിടം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതൊന്നും അല്ലല്ലോ ഇത്. നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വേണം എന്നുള്ളത് കൊണ്ടല്ലേ. ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. അതെന്താണെന്ന് പോലും പലർക്കും അറിയില്ല. പ്രശ്നങ്ങളുണ്ട്, അത് എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളല്ലേ. ആ കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ ഭാവിയിലെ തലമുറയ്ക്കോ സിനിമയെ ഭാവിയില്ല, നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. റിപ്പോർട്ട് തന്നെയാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം, ഈ ഹേമ കമ്മീഷന് എത്ര പെൺസുഹൃത്തുക്കളാണ് ചോദിച്ചിട്ടുണ്ട്? ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ളത് ആൺ സുഹൃത്തുക്കളാണ്. എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു, എന്റെ പെൺസുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് ആൺ സുഹൃത്തു അല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത്? സ്ത്രീകളായതുകൊണ്ട് അവർക്കത് വേണ്ട, അവർക്കിത് വേണം, ഞങ്ങൾക്കിത് വേണം. നിങ്ങൾക്ക് നല്ല മൂവി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. എന്നോടാണ് ചോദിക്കുന്നത്, അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. ഇപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. ഇത് നമ്മൾ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല. ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കപ്പെടണം, എല്ലാവർക്കും തുല്യത. അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ല ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആക്ച്വലി മനസ്സിലായ, അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യസ്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം, ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി കയറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് ഇല്ലേ, കയറുന്ന ബസ്സിലുണ്ട്, പോകുന്ന ബാങ്കിലുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, സ്കൂളിലുണ്ട് ഇല്ലേ? ഇവർക്ക് ഈയിടെ അല്ല, ഇവർക്കിടയിൽ എല്ലാവർക്കിടയിലുണ്ട്. ബസ്സിൽ നിന്ന് ജാക്കി വെക്കുന്ന പരിപാടികൾ കേട്ടിട്ടില്ലേ? സ്കൂളിൽ പോകുന്ന പിള്ളേരെ ഉപദ്രവിക്കുന്നത് കേട്ടിട്ടില്ലേ? ആദ്യം പീഡനങ്ങളൊക്കെ തുടങ്ങുന്നത് എവിടെയാ അല്ലേ? ബസ് കമ്മീഷൻ ആക്കുക. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ളിടത്ത് ഇതെന്താണ് പരിപാടി എന്ന് കറക്റ്റായിട്ട് അറിയാത്തവർക്കും ഇടയിലുണ്ട്. ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാം ആദ്യം. അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത? ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം, അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ. ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ? ലൈംഗികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെയാ ഇത്? ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനകത്തൊരു ഭാഗം. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവരുടെ ചോദിക്കുന്നത്? ലൈംഗികതയാണ്. തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് കടിഞ്ഞാടിടുന്നു. അതെ, അങ്ങനെ പെണ്ണുകൾ വർക്ക് ചെയ്യാൻ വരണ്ട എന്ന് പറയാറൊന്നുമില്ല. അല്ല, വരാറില്ല. പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടെ. നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ ചെയ്യണം. ഭാര്യയായിട്ട് ആണിനെ വെച്ച് അഭിനയിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മ ഒരു പെണ്ണിനോട് വരണ്ടെന്ന് പറയോ? പറയോടാ? അതുകൊണ്ടല്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് ഇതില്? ഇതിനേക്കാളും കൂടുതൽ പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ സിനിമയില്. ഇവിടെ ഉണ്ട് 2 ആണും 2 പെണ്ണുങ്ങളും. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം ഈ തിരിഞ്ഞെന്താ അങ്ങോട്ട് ചോദിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇല്ല ആര് പറഞ്ഞോ? അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം, അല്ലെങ്കിൽ അത് അവരുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവരുടെ സെറ്റിൽ നടക്കുന്ന പരിപാടി ആയിരിക്കും. നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റേ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വീടുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത്? നമ്മുടെ കേരള ഒഴിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെങ്ങനെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഏത് സിനിമയിലാണ് ബാത്റൂം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുന്നത്? കുറെ ഉണ്ട്, അത് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാറില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ വ്യക്തികൾ അവർ പോണ വീട്ടിലും അവർ പോണ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്. അത് സിനിമകാരൻ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഞാൻ സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ പിന്നെ നമ്മുടെ ഈ ഇൻസ്റ്റ പോസ്റ്റ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ പെൺകുട്ടികൾക്ക് എത്ര മോശമായിട്ടാണ് കമന്റ് ഇടുന്നത്. ഇല്ലേ ഇല്ലേ? അവിടെ തൊട്ട് ആ കമന്റ് ഇടുന്നതിൽ ഏതെങ്കിലും സിനിമക്കാരുണ്ടാ? നിങ്ങൾക്കിടയിലുള്ള ആളുകളും അതിന്റെ പ്രേക്ഷകരും ഫോളോവേഴ്സുമായിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ തന്നെയല്ലേ പോസ്റ്റ് ഇടുന്നത്. ഈ നിങ്ങളിടുന്ന ക്യാപ്ഷൻസ് എങ്ങനെയാ? ലൈംഗികമാണോ? സ്ത്രീയെ കുറ്റപ്പെടുന്ന രീതിയിലുള്ളതാണോ? ഈ സ്ത്രീയെ ലിറ്ററലി യു റേപ്ഡ് ലോട്ട് ഓഫ് ഗേൾസ് ബൈ റൈറ്റിംഗ്സ് ഇല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ചോദിക്കുക സിനിമയിൽ മാത്രം സിനിമയിലെത്താ ഇങ്ങനെ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ നമ്മുടെ നാട് വളർന്നു വരുന്നില്ല. അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയട്ടോ. അത് ഈ കൊച്ചിനൊക്കെ അറിയില്ലേ ഇവരൊക്കെ. ഇപ്പൊ ഇതിന്റെ ശേഷം ഞാൻ എന്താ പറയാൻ എനിക്ക് മനസ്സിലാകില്ല. പക്ഷേ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട്. ഇഫ് നമുക്ക് എക്സാക്ട് എവിഡൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്ര സെൻസിറ്റീവ് ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ഗേൾ ഓർ എ ഗായ്, ഇറ്റ്സ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ റൈറ്റ്സ്. ആൻഡ് എസ്പെഷ്യലി ഫോർ വിമൻ we definitely need a safe environment 100%. And what Shayan Chetta said is right. It is not only about this industry. Ella industry le a girl should be able to at least be safe and say worst come worst case. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. മേ ബി വി നെസസറി ഇല്ലല്ലോ നമുക്ക് നല്ല ആളും. വി ഓൺലി മീറ്റ് ഗുഡ് പീപ്പിൾ, വി ക്യാൻ മീറ്റ് ബാഡ് പീപ്പിൾ. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു നമ്മുടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. വി ഷുഡ് ബി ഏബിൾ ടു ടെൽ പീപ്പിൾ ദാറ്റ് യെസ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഗോയിങ് റോങ്. ആൻഡ് അതിൻ്റെ ശേഷം ദർ ഷുഡ് ബി സം ആക്ഷൻ ഇഫ് സംബഡി ഈസ് ഗിൽറ്റി. യുനോ എനിക്ക് പ്രോപ്പർ മലയാളത്തിൽ പറയാൻ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയണം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എ ഗേൾ. Feel a guy, something is happening to a guy also, something wrong is happening, he should have the right to say that this is wrong. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം. ആൻഡ് എസ്പെഷ്യലി ഫോർ എ ഗേൾ വി ഡെഫിനറ്റ്ലി നീഡ് എ സ്പേസ് അങ്ങനെ. സോ അത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി. സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ് റോങ്. അത് നല്ലയില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ബട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇഫ് ദർ ഇസ് എനിത്തിങ് റോങ് ഹാപ്പനിങ്, നോട്ട് ഓൺലി ഇൻ ആ ഇൻഡസ്ട്രി, എനി ഇൻഡസ്ട്രി, നമുക്കൊരു സ്പേസ് വേണം ടു സേ ഇഫ് ഇറ്റ്സ് റോങ്. വി ഷുഡ് ബി ഏബിൾ ടു കംപ്ലെയിൻ ആൻഡ് ഗെറ്റ് ജസ്റ്റിസ്. അത്രേ ഉള്ളൂ. സാറ്റലൈറ്റ് മീഡിയാസ് എവിടെയാണ്? ഏത് കാലത്ത് സാറ്റലൈറ്റ് മീഡിയ ആദ്യമായിട്ട് വരണേ? ഏത് വർഷം സാറ്റലൈറ്റ് ആദ്യം വരണേന്ന് അറിയോ? ഏത് വർഷം വരണേന്ന് അറിയോ സാറ്റലൈറ്റ് ചാനൽ? അറിയില്ല. 92 രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം 91 രാജീവ് ഗാന്ധി മരിക്കണം അല്ലേ? അറിയോ? രാജീവ് ഗാന്ധി ആരാന്നറിയോ? പ്രധാനമന്ത്രി ബോംബ് 91. അതിനുശേഷം 92, 93 ആയിട്ടാണ് ഏഷ്യാനെറ്റ് ആദ്യം വരണം. അതിന് ദൂരദർശനം ഉണ്ടായിരുന്നു. മനസ്സിലായ? ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കാണിക്കും. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നു. ഏഷ്യാനെറ്റ് വന്നപ്പോൾ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താണെന്നറിയോ? മലയാള സിനിമ ഒരെണ്ണം ഒരു ദിവസം 2 നേരം കാണിക്കും. പിന്നെ മലയാള പാട്ടുകൾ, സിനിമ പാട്ട്. ആയിരല്ലേ ഏഷ്യാനെറ്റ്. ഞാൻ 83 ജനിച്ചു. അതാ ഞാൻ പറയണേ, ഈ മീഡിയ എന്ന് പറയണേ ഈ 92 ദേശീയ മുതലുള്ള മീഡിയ എന്നല്ല പറയണേ. ഇതൊക്കെ കണ്ടന്റും മെറ്റീരിയൽസ് എഴുതുന്ന ഉണ്ടാക്കണേ. ആദ്യം ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും എന്ന് പറയണത് അറിയോ? ഏത് വർഷമാണ് ആദ്യം? 54. ഇപ്പൊ ആലോചിച്ച ബാലൻ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ? ചാനൽ സാറ്റലൈറ്റ് ചാനലാണോ ആദ്യം ഉണ്ടായത്? മലയാള സിനിമയാണോ ആദ്യം ഉണ്ടായത്? സിനിമയാണോ ആദ്യം ഉണ്ടായത്?
അന്ന് ടി വി പോലും ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ വരണം. മലയാള സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ടാർഗറ്റ് അഗെയിൻ. അവർക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അത്. കാരണം ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇരിക്കും മുമ്പ് വെട്ടണ്ട. അതിൽ കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവരെന്ത് ചെയ്യാൻ? അതാണ് നടക്കണം. നമുക്ക് തോന്നിയെങ്കിൽ ഈ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? പൊട്ടത്തരൊന്നും ചെയ്യില്ല വെടികളെ. മണ്ടന്മാരായി നിങ്ങൾ. ചാനൽ മലയാള സിനിമയെ തകർക്കാൻ പോകുന്ന എനിക്ക് സംശയം അല്ലേ? മീഡിയയിൽ വർക്ക് ചെയ്യണ ഒരാൾക്ക്. എന്നിട്ട് ഇവര് എന്ത് വെച്ചിട്ട് ചെയ്യും ബാക്കി? ഈ 24 മണിക്കൂർ എല്ലാ ചാനലും വാർത്ത കാണിക്കുമോ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. 1 മണിക്കൂർ കാണിച്ചിരുന്ന വാർത്ത 24 മണിക്കൂർ എന്നിട്ട് എല്ലാ ചാനലും കാണിക്കുമോ? എത്ര കാലം ആൾക്കാർ അങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. നമുക്ക് താഴെ ഉള്ള പിള്ളേരൊന്നും കേട്ടിരിക്കില്ലാട്ടത്. നമ്മളിതിൽ പഠിക്കായത് കൊണ്ട് മാത്രം അത് നോക്കി കേട്ടിരിക്കണം. ശരിയായിരിക്കും. അത്രയ്ക്ക് അതേ പതിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗത്തൊക്കെ. സിനിമയല്ല മൊത്തം ഇതൊക്കെ നോക്കണ കാരണം മറിഞ്ഞൊന്നും ഡ്രസ്സുമാറുണ്ട്. ചിലങ്ങ് ഓപ്പൺ ആയി ഡ്രസ്സുമാറാണ്. ഈ ക്യാമറയും കൊണ്ട് വരില്ലേ ഇതിന്റെ അടിക്ക്? അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? മറിഞ്ഞൊന്ന് ഡ്രസ്സുമാറണ്ടേ? എടോ, കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നിട്ടാ, നഗ്നനായി നിന്നുകൊണ്ടാ കുളിക്കണേ. നിങ്ങൾ വേണമെങ്കിൽ ക്യാപ്ഷൻ എഴുതും. അത് ഒളിഞ്ഞു നോക്കണം അല്ല പ്രശ്നം. അയാൾ അയച്ചിട്ടൊന്ന് കുളിക്കണമെന്നാണ് പ്രശ്നം. എങ്ങനെ ഇടാൻ പറ്റില്ല? എന്ത്? അതുകൊണ്ടാണ് ഇടാത്തല്ലേ? അല്ലെങ്കിൽ ഏത് അത്യാവശ്യം കിട്ടാനും ആ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും. അവരെ ഭാഗത്തൊക്കെ ഇങ്ങനെയായിരിക്കും. മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. ഇവിടെ ആർക്കും ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാത്തതൊന്നുമില്ല. ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാത്തതുണ്ടെങ്കിൽ അവിടെ കയറാൻ പോവാത്ത സ്ഥലമായിരിക്കും. അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നീ കാണിക്കാ ഏടാദ്യം. എടാ, ഇവിടെ കയറാൻ വരണേക്കാളും മുന്നേ ആൾക്കാർ റോഡിൽ നിന്ന് ഡ്രസ് മാറിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സാരിയുടെ മറയിൽ നിന്നിട്ട് പെൺകുട്ടികളുടെ ഡ്രസ് മാറിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഡ്രസ് മാറും റോഡിൽ നിന്നിട്ട്. ഒരു മുണ്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡ്രസ് മാറാൻ പറ്റുമോ? പറ്റും. ഇവിടെ റോഡിൽ തന്നെ മുതലിച്ചിട്ട് നീങ്ങുന്ന ആണുങ്ങളൊക്കെ മുണ്ട് നോക്കിയിരിക്കും ഇല്ലേ? അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ. അവിടേക്കൊന്നും വണ്ടി പോലും പോവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ് മാറേണ്ടി വരും. അപ്പോഴും മറ പിടിച്ച് മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരെങ്കിലൊക്കെ എത്തി നോക്കി ക്യാമറ എടുക്കണോണ്ടായിരിക്കും. ഇതിപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഫോട്ടോ എടുക്കില്ലല്ലോ. ഇന്നിപ്പോ എന്തെങ്കിലും കണ്ട അവിടുന്ന് സൂം ചെയ്ത് വെച്ച് എടുക്കില്ലൊക്കെ. ഒരു പെൺകുട്ടിയുടെ മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി അങ്ങനെ ഇട്ടൊരു വസ്ത്രം ധരിച്ചു. അത്യാവശ്യം എല്ലാം മറങ്ങേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിരിക്കുക. എന്നിട്ട് പറയാ എന്ത് വസ്ത്രധാരണമാണെന്ന്. അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതല്ല പ്രശ്നം, എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന്. അതാ ഞാൻ പറഞ്ഞേ. someone who is bathing inside the bathroom and they are saying, oh, he is naked. Who is exactly doing the wrong? The bathroom guy? ഒഴിഞ്ഞും മറഞ്ഞു മറ്റേ ഡ്രസ് മാറണം. അതിൽ എഴുതിയ കാര്യങ്ങൾ ഈ വായിച്ചു എന്തോന്നാടേ. നമ്മൾ വിലയിരുത്തുന്നതല്ല. ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി ആമീഷൻ്റെ റിപ്പോർട്ട് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിൽ എണിച്ച് കുളി പഠിച്ച് കറക്റ്റായിട്ട് ജോലി കണ്ടുപിടിച്ച് ചെയ്താൽ മതി. അതാ പറഞ്ഞു 24 മണിക്കൂർ വാർത്തകൾ എന്തിനാ കണ്ടോണ്ടിരിക്കണം? അതൊന്നും സത്യമല്ല. 24 മണിക്കൂർ വാർത്തകൾ ഉള്ളി. മനസ്സിലായ? സിനിമകളാണെങ്കിൽ ഇഷ്ടം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ വല്ല മറയി നോക്കി പോയിക്കോ. വല്ല ഡ്രസ്സ് മറന്നതോ അല്ലെങ്കിൽ മുദ്രകളൊക്കെ നോക്കിക്കോ. ഈ അതൊക്കെ ചോദിച്ച് ഇതൊക്കെ എന്തിനും കൂട്ടിയാണെന്ന് അറിയോ? ഓൻ എന്താ പറഞ്ഞു? ഓനെ കാണുന്നില്ലല്ലോ ആരും. ഞാൻ ഇതിരുന്ന് പറയണതല്ലേ. ചോദിച്ചതിലൊരു തെറ്റുണ്ട്. ഏത് മറയില്ലാത്ത എന്താ ഈ പറഞ്ഞ മരത്തിന്റെ മറയിൽ നിന്നിട്ടാണ് ഡ്രസ് മാറുന്നത്. നീ എവിടെ കണ്ടിട്ടുള്ളത് മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറുന്ന തെറ്റ്? പുറത്ത് വന്ന റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും കൂടി മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ് മാറിയിട്ടില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യം എന്താണ് അതില്? മലയാളം അങ്ങനെ ഡ്രസ് മാറാൻ ഫലം കൊടുക്കാത്തതാണെന്ന് വിചാരിച്ചു ആണാ? അങ്ങനത്തെയാണ് വരുന്നത് വെച്ചിട്ട് അത് നടക്കണത് ഉണ്ടാ.
എടാ, ഞാൻ ഇവരെ പിടിക്കണ ആളെ പൂമ്പലടിക്കാം അല്ലേ? നീ ഇപ്പൊ പറയുന്നതാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റിയുള്ള മോശം പരിപാടിയല്ലേ പറഞ്ഞോണ്ടിരിക്കണ? അത് പറയുമ്പോ അനക്കുള്ള സുഖവും അത് കേൾക്കുമ്പോൾ ഈ ഇത് വിറ്റ് കാശാക്കുമ്പോ ജ്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോ സുഖമല്ലേ ഈ നോക്കണേ? എല്ലാ പെൺകുട്ടിക്ക് മറ ഉണ്ടാക്കി കൊടുക്കാൻ പോണ്ടേ ഡ്രസ് നോക്കുമ്പോ? എടാ പെൺകുട്ടികൾക്ക് ഡ്രസ് മാറാൻ തെങ്ങിന്റെ മറ ഏത് കമ്മീഷനെ കൊടുത്തു? എന്താണെങ്കിലും അനക്ക് ആൺകുട്ടീൻ്റെ ആയിരിക്കും താല്പര്യം, പെൺകുട്ടി എന്താണെങ്കിലും തെങ്ങിന്റെ മറയുന്ന ഡ്രസ് മാറിയ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ എന്റെ അടുത്ത്? അതെന്താ കാര്യം? എനിക്ക് ഈ അങ്ങനെ ഒരു കാര്യം നടന്നിട്ട് നിനക്കറിയോ? അതുകൊണ്ട് എല്ലാ സെറ്റിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യണം. ഈ ഐശ്വര്യത്തിലും മാതൃമേലും മനോരമയിലും കാര്യം പറയാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യുന്ന കാര്യം പറ്റുമോ? ഈ കണ്ടിട്ടുണ്ടോ? അവിടെ കേറിയിട്ടുണ്ടോ? ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ എല്ലാ സെറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരു പഞ്ചായത്ത് മെമ്പർ എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾക്ക് അറിയും. ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കണ്ടാൽ പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണത് അല്ലേ? ചേട്ടാ, ഒരു നടിക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മൾ ഓരോ ഒരു നടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മതിയെന്ന് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അവര് പുറത്ത് പറ സ്റ്റാൻഡ് പറയും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഒരു ഉൾപ്പില്ലാറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞത്. എനിക്ക് കുറച്ച് ഉൾപ്പുണ്ട് നിങ്ങളുടെ കൊണ്ട് കാണിക്കുക. ഇത് കാണിക്കൊണ്ട് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല, എനിക്കുണ്ടല്ലോ കുറച്ച് മാന്യത. നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് നോക്കിയോ? ഇല്ല, ഇത് ഞാൻ കാട്ടുന്നില്ല. എന്റെ ഡയലോഗ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇതൊക്കെ പോകാൻ ഷൂട്ട് ചെയ്തു. 24 മണിക്കൂർ നിങ്ങൾ നടക്കുന്നത് എനിക്കറിയാം. ഒരാളെ ഡ്രസ്സ് മാത്രമല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം. തൊലി വിരിയാൻ വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന പറയാം. പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ല ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയൊന്നും ഇറങ്ങിച്ചെല്ലപ്പേ. പഠനത്തെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തകളെങ്കിൽ ഞാൻ അറിയണ്ട. സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇന്നലെ നമ്മുടെ സിനിമ ഇറങ്ങി എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമായി. നമ്മുടെ പടം ഒരു സ്ട്രെസ് ഫ്രീ പടമാണ്. ഇറ്റ്സ് എ സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഫൺ റൈഡ് ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നോ ടെൻഷൻ, നോ പ്രോബ്ലം. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ? ഡിഡ് യു വാച്ച്? ഇല്ല, പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം. ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ പടം. താങ്ക് യു. പാട്ടാണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത്. ദീപ്തി പാടിയ പാട്ട് ആരെ പാടിയായിരുന്നു? ഐ സ്റ്റാർട്ടഡ്, പക്ഷെ ഞാൻ ശരിക്കും പാടിയിട്ടല്ല. അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ. പക്ഷെ ഞാൻ പാട്ട് പാടിയത് പറയണം. കൊച്ചുകുട്ടികളാണോ പോയത്? കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞാണോ? കൊച്ചുകുട്ടികളായിട്ട് പോയത്? ഫാമിലി ഉണ്ടാവും ചേട്ടാ. ഫാമിലി ആയിട്ടാണോ മൊത്തത്തിലാണോ പോയത്? എത്ര ടിക്കറ്റ്സ് ഉണ്ട് അവിടെ വീട്ടില്? 5 ടിക്കറ്റ്. 2 പ്രാവശ്യം ഒന്നും ഒറ്റയ്ക്ക് പോയി. അപ്പൊ വീട്ടുകാരെ കാണിക്കാനുള്ള പടാണല്ലോ. ഫാമിലി ഇഷ്ടപ്പെടും. ഫാമിലി പിള്ളേരൊക്കെ അല്ല, മറ്റു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓപ്പൺ ഡിസ്കഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവണം. ഈ പടം ഒന്ന് തിയേറ്ററിൽ പോയി കാണണ്ട ആദ്യം.
എന്നിട്ടാണ് നമുക്ക് അടുത്ത പടം കിട്ടാൻ. അടുത്ത പടത്തിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഷാഫി സാറിന് വേണ്ടിയിട്ടാണ്. ഇല്ല, അതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല. പുതിയ താരങ്ങളായിരിക്കും മിക്കതും. ഞാൻ ഇപ്പൊ അടുത്ത പടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്. അല്ല, അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുള്ളൂ. ഷൈൻജാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര്, അല്ല ഷൈൻജാന്റെ കൂടെ ഒരു തവണ വർക്ക് ചെയ്തിട്ടുള്ളവര് ഉറപ്പായിട്ടും പിന്നെയും പുള്ളീനെ ഇൻക്ലൂഡ് ചെയ്യും സിനിമയിൽ. കാരണം അത്രയും പ്രൊഫഷണലാണ് പുള്ളി. സീരിയസ്ലി ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് പറ. എനിക്ക് വല്ല അയ്യോ പ്രേക്ഷകരോട് പടം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളൂ. നമ്മൾ പടങ്ങൾ ചെയ്യുന്നു, നല്ല പടമാണെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. തിയേറ്ററിലാണ് പടങ്ങൾ വാച്ച് ചെയ്യുന്നത്. പിന്നെ പടങ്ങൾ 2 വർഷം കണ്ടു പുള്ളി. അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞിരുന്നു പടത്തിന് കൊടുക്കണം. താരാരോ അടിപൊളി പടമാണ്. ഞാൻ 2 വർഷം കണ്ടു. ആ പ്രേക്ഷകരോട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഫാമിലി ആയിട്ട് പോയി കാണണം. ഞാൻ ഫാമിലി ആയിട്ടുണ്ട്. ആ കുട്ടികൾക്ക് നല്ല റീൽസ് ചെയ്യാൻ പറ്റിയ ആ പാട്ടുണ്ട്, താനാരോ തന്നാരോ. ആ എൻജോയ് ഉണ്ട്, അടിപൊളിയാണ്. ഷൈൻ ചേട്ടൻ പൊളിച്ചുണ്ട്. പിന്നെ ബാംഗ്ലൂർ വെടിയും ആ സംഭവം മാസ് ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ ആ ഒരു മമ്മൂട്ടി പറഞ്ഞ ഒരു നീണ്ട ഡയലോഗ് അടിച്ചില്ലേ, ഒരു പൊളിറ്റിക്സിന്റെ സംഭവം, അത് പൊളിച്ചത്. എങ്ങനെയാ ഷൈൻ ചേട്ടൻ അത് ശ്വാസം പിടിച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു ചേട്ടൻ? അല്ല, അത് ഭയങ്കര സെറ്റപ്പായിരുന്നു അത്. അല്ല, എല്ലാവരും പടം കാണാം. ഞാൻ 2 പ്രാവശ്യം കണ്ട വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഒറ്റ ആൾക്കാരും കണ്ടല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കാണാത്തവര് എന്തായാലും കാണാം. എന്താ നല്ല അഭിപ്രായമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. കോമഡി ചിരിക്കാനുണ്ട്, വെറുതെ ശ്വാസം പിടിച്ചിരിക്കുന്നിട്ട് എന്തായാലും എൻജോയ് ചെയ്ത് പോവാ പടം കണ്ട. അല്ല, അതിൽ കൂടുതൽ വേറെ അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി പോവാം. പിന്നെ നമ്മൾ വേറെ തലങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു സിനിമയായിട്ട് കാണുക, അത് എൻജോയ് ചെയ്യാൻ പോവുക, അത്രേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോകാനാണ്. താങ്ക് യു.